PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 2020 ജൂലൈ 15 PSC ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് ആണ്. കേരള PSC നടത്തിയ ഒന്നാം ഘട്ട പ്രാഥമിക പരീക്ഷയിൽ PSC ബുള്ളറ്റിനിൽ നിന്നും കറണ്ട് അഫേഴ്സ് വന്നിട്ടുള്ളതായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ തെളിവ് സഹിതം ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പം നമ്മൾ മറ്റ് കറണ്ട് അഫേഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ കറണ്ട് അഫേഴ്സ് കൂടെ ഒന്ന് നോക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇനി എഴുതാൻ പോകുന്നവർക്ക്. PSC ബുള്ളറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ മറ്റു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിനകത്ത് തന്നെ വരണമെന്നില്ല. പക്ഷേ PSC ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തപ്പോൾ PSC ബുള്ളറ്റിൻ എടുത്തിട്ടുണ്ടെന്നുള്ളതിന് തെളിവ് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 2020 ജൂലൈ 15 PSC ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ PSCയുടെ വെബ്സൈറ്റിൽ 2020 ജൂലൈ 15 വരെയേ കൊടുത്തിട്ടുള്ളൂ. ജൂലൈ 1 തീയതിത്തെ ഇല്ല കേട്ടോ. ഒരു മാസം 2 ബുള്ളറ്റിനാണ് വരുന്നത്, 1 തീയതിയും 15 തീയതിയും. ജൂലൈ 15 കൊടുത്തിട്ടുണ്ട്, ഒന്നിൻ്റെ ഇല്ല. 2020 ജനുവരി ഫെബ്രുവരി എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് ഇടാം കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കാണ് പഠിക്കുന്നത്. 2020 ജൂലൈ 15 കറണ്ട് അഫേഴ്സ് നോക്കൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓൺലൈൻ വഴി റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചലച്ചിത്രം സൂഫിയും സുജാതയും. കുബറ്റ്ബെക് ബൊറോണോവ് കിർഗിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. കുബറ്റ്ബെക് ബൊറോണോവ് COVID-19 പശ്ചാത്തലത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്കായി ഗരീബ് കല്യാൺ റോസ്ഗാർ അഭിയാൻ എന്ന പേരിൽ 500 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്കായിട്ടുള്ള 5000 കോടി രൂപയുടെ പദ്ധതിയാണ് ഗരീബ് കല്യാൺ റോസ്ഗാർ. എങ്ങനെ ചോദിക്കാം? ഗരീബ് കല്യാൺ റോസ്ഗാർ COVID-19 പശ്ചാത്തലത്തിൽ സ്വന്തം നാട്ടിൽ തിരികെ എത്തിയവർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതി ഗരീബ് കല്യാൺ റോസ്ഗാർ. ഇനി COVID-19 സാഹചര്യത്തിൽ സുഗമമായ ഓൺലൈൻ പഠനത്തിനായി KSFE നടപ്പാക്കുന്ന പദ്ധതി വിദ്യാസഹായി. ജസ്റ്റ് ഞാൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് തരാം. വിദ്യാസഹായി. ഓക്കെ, ഇനി നോക്കിക്കോ. COVID-19 വ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ആരോഗ്യപദ് എന്ന പേരിൽ നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ ആരംഭിച്ചു. ആരോഗ്യ ഹെൽത്ത്. മുൻ MP-യും മുതിർന്ന പത്രപ്രവർത്തകനുമായ വിശ്വ മോഹൻ ഗുപ്ത അന്തരിച്ചു. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡിന് ഇന്ത്യൻ വംശജനായ അമർത്യ സെൻ അർഹനായി. 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ അല്ലേ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ആരാ നിയമിതനായ? സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ V. മനോജ് കുമാർ. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിനായി KSRTC ആവിഷ്കരിച്ച പദ്ധതി ബസ് ഓൺ ഡിമാൻഡ് ബോണ്ട്. യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിക്കാനായിട്ട് KSRTCയുടെ പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ്. ഓക്കെ, കൊതുകുജന്യ പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് തടയിടാനായിട്ട് കേരള സർക്കാർ തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്ന പേരിൽ ആരോഗ്യ ബോധവൽക്കരണ പദ്ധതി. തോട്ടങ്ങളിലേക്ക് നീങ്ങാം. കൊതുകുജന്യ പകർച്ചവ്യാധി വ്യാപനവുമായി ബന്ധപ്പെട്ടതാണ്. തോട്ടങ്ങളിലേക്ക് നീങ്ങാം. 2019 ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി ഹർഷം എന്ന പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചു. ഹർഷം ഫുൾ ഫോം എന്താ? ഹാപ്പിനെസ് ആൻഡ് റെസിലിയൻസ് ഷെയർഡ് അക്രോസ് മേപ്പാടി. അതാണ് എൻ്റെ ഫുൾ ഫോം. ഹർഷം, ഹാപ്പിനെസ് ആൻഡ് റെസിലിയൻസ് ഷെയർഡ് അക്രോസ് മേപ്പാടി. USA ലോസ് ആഞ്ചലസിൽ
വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നു. ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വന്ന ലോകത്തിലെ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി. ലോകത്തിലെ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി ഇന്ത്യക്ക് പുറത്ത് എവിടെ വന്നേ? USA ലോസ് ആഞ്ചലസിൽ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി. വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് ഇനി ചോദിച്ചാൽ നമുക്ക് എവിടെ എഴുതണം? അത് USA ആണെന്ന് നിങ്ങൾ എഴുതിക്കോണം. ഹിമാചൽ പ്രദേശിന് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിൻ്റെ ഈ പഞ്ചായത്ത് പുരസ്കാർ 2020 ഈ പഞ്ചായത്ത് പുരസ്കാരം 2020 കിട്ടിയത് ആർക്കാണ്? ഹിമാചൽ പ്രദേശ്. ഇമ്പോർട്ടൻ്റ് ആയത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവേ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ പുറകെ നിൽക്കേണ്ടല്ലോ. അതാണ് ഓൺലൈൻ വഴി റിലീസ് ചെയ്യുന്നത്. സോഫി സുജാത കുബറ്റ്ബെക്ക് ബൊറോണോവ് കിർഗിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി. COVID-19 പശ്ചാത്തലത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തിയ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ഗരീബ് കല്യാൺ റോസ്ഗാർ അഭിയാൻ. പിന്നെ COVID-19 സാഹചര്യത്തിൽ KSFE നടപ്പാക്കിയത് വിദ്യാസഹായി. COVID-19 വ്യാപനം അടിസ്ഥാനത്തിൽ ആരോഗ്യ പദ്ധ എന്ന നാഷണൽ ഹെൽത്ത് കെയർ സപ്ലൈ ചെയിൻ ആരംഭിച്ചു. പിന്നെ ഇമ്പോർട്ടൻ്റ് 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡ് അമർത്യ സെൻ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? V. മനോജ് കുമാറാണ്. പിന്നെ യാത്രക്കാരെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന KSRTC പദ്ധതി ബോണ്ട് അല്ലെങ്കിൽ ബസ് ഓൺ ഡിമാൻഡ്. പിന്നെ തോട്ടങ്ങളിലേക്ക് നീങ്ങാവുന്ന, ഇനി മനസ്സിലായല്ലോ അത്. ഹർഷം പദ്ധതി 2019 ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പുനരധിവാസം. അതിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കണം. USA ലോസ് ആഞ്ചലസിൽ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നു. ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വന്ന ലോകത്തിലെ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റിയാണത്. ഈ പഞ്ചായത്ത് പുരസ്കാരം 2020 ലഭിച്ചത് ഹിമാചൽ പ്രദേശിന്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നോക്കോ, COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണാനായിട്ട് ഉള്ള പദ്ധതി, ടെലിമെഡിസിൻ പദ്ധതി ഈ സഞ്ജീവനിയാണ്. ജസ്റ്റ് നമുക്ക് ഓർത്താൽ കിട്ടും അല്ലേ, ഈ സഞ്ജീവനി. പഞ്ചാബിൻ്റെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി വിനി മഹാജൻ. പഞ്ചാബിൻ്റെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി വിനി മഹാജൻ. തിരുവനന്തപുരം ജില്ലയിലെ 1,00,000 വീട് കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ന്യൂ ലൈഫ് എന്ന പേരിൽ ഒരു സമഗ്ര കോളനി നവീകരണ പദ്ധതി നടപ്പാക്കി വന്നപ്പം തിരുവനന്തപുരം ജില്ലയിലെ 1,00,000 വീട് കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി ന്യൂ ലൈഫ്. പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകാനുള്ള ധനസഹായം കേരള സർക്കാരിൻ്റെ പദ്ധതി മാതൃജ്യോതി. ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുക, ഇത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടുമെന്നൊക്കെ കരുതുവേ. പക്ഷേ ഈ മാതൃ കൂട്ടി കുറേ പേര് PSC തന്നു കഴിയുമ്പോൾ ജ്യോതിയാണോ പിന്നെ വേറെ എന്തൊക്കെയാണെന്നങ്ങ് കരുതും. പക്ഷേ എന്താ, പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്കുള്ള പദ്ധതി കേരള സർക്കാരിൻ്റെ മാതൃജ്യോതിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 പ്രതിരോധത്തിനായി ന്യൂഡൽഹിയിൽ പ്ലാസ്മ ബാങ്ക് ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ട് ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതിയാണേത്? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, വിദ്യാശ്രീ. അത് KSFE ആണ്. KSFEയുടെ പദ്ധതിയാണ്. വിദ്യാസഹായിയും ലാപ്ടോപ്പ് കൊടുക്കുന്നത് വിദ്യാശ്രീയും. KSFE വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതി വിദ്യാശ്രീ. പിന്നെ ഇവിടെ എന്താ പറഞ്ഞേ, സുഗമമായ ഓൺലൈൻ പഠനത്തിന് KSFE വിദ്യാസഹായി. ലാപ്ടോപ്പ് കൊടുക്കുന്ന വിദ്യാശ്രീ കേട്ടോ, വിദ്യാശ്രീ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ ശ്രീകാന്ത് മാധവ് വൈദ്യ. ഇന്ദിരാമണി പാണ്ഡെ ഐക്യരാഷ്ട്രസഭയിലേക്കും ജനീവയിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനയിലേക്കും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ദിരാണി പാണ്ഡെ ഐക്യരാഷ്ട്രസഭയിലേക്കും ജനീവയിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനയിലേക്കും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? ഇന്ദിരാമണി പാണ്ഡെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റില്ലല്ലോ അല്ലേ. ഇന്ദിരാമണി പാണ്ഡെ. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി KK വേണുഗോപാലിൻ്റെയും സോളിസിറ്റർ ജനറലായി തുഷാർ മേത്തയുടെയും കാലാവധി വർദ്ധിപ്പിച്ചു. അപ്പം നിലവിൽ അറ്റോർണി ജനറൽ ആരാണ്? KK വേണുഗോപാൽ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? അയർലൻഡിൻ്റെ മൈക്കിൾ മാർട്ടിനാണ്. കിർഗിസ്ഥാൻ്റെ ആരാന്നാ പറഞ്ഞേ?
കിർഗിസ്ഥാൻ്റെ നമ്മൾ ആരാന്ന് പറഞ്ഞേ? കിർഗിസ്ഥാൻ്റെ കുബറ്റുബെക്ക് ബൊറോണോവ്. IT ആക്ട് 69A പ്രകാരം ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ നിരോധിച്ചു. ഇവിടെ ചോദിക്കാൻ സാധ്യത എന്താ? ടിക്ടോക്ക് നിരോധിക്കാൻ IT ആക്ട് ഏതാ? 69A. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയിൽ കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം നിലവിൽ വന്നു. 227.97. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. PSC ചിലപ്പോൾ ഇതൊക്കെ എടുത്ത് ഒറ്റ ചോദ്യം അങ്ങ് ചോദിക്കും. ചതുരശ്ര കിലോമീറ്ററൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പെരിയാറിൻ്റെയും വേമ്പനാട്ട് കായലിൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 227.97 വിസ്തൃതിയുള്ള വന്യജീവി സങ്കേതം അമരമ്പലം, വടക്കേക്കോട്ട എന്ന വനപ്രദേശങ്ങളിലാണ്. ഈ അമരമ്പലം എന്ന് ഓർത്ത് വെച്ചേക്കണേ. വടക്കേക്കോട്ട, അമരമ്പലം കേട്ടോ എന്നീ വനപ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ്. വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതി വിദ്യാവനം. വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കാനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതി വിദ്യാവനം. ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് കൊലോഗുചു ഹൈഡ്രോ പവർ പ്രോജക്റ്റ്. ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് ഒപ്പുവെച്ച ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഏതാ? കൊലോഗുചു. പത്മനാഭ ബാലകൃഷ്ണ ആചാര്യ മണിപ്പൂരിൻ്റെ ഗവർണറായി നിയമിതനായി. പത്മനാഭ ബാലകൃഷ്ണ ആചാര്യ. മണിപ്പൂരിൻ്റെ ഗവർണർ ആരാണ്? പത്മനാഭ ബാലകൃഷ്ണ ആചാര്യ. ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയണോ? നോക്കട്ടെ. COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈൻ ടെലിമെഡിസിൻ ഏതാണ്? ഇ-സഞ്ജീവനി. ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആയിട്ട് പഞ്ചാബിൻ്റെ വിനി മഹാജൻ. ലക്ഷംവീട് കോളനികളുടെ സമഗ്ര ലക്ഷംവീട് കോളനികളുടെ സമഗ്ര വികസന ലക്ഷ്യമിട്ട് ന്യൂ ലൈഫ് എന്ന പേരിൽ ഒരു സമഗ്ര കോളനി കേട്ടോ. അപ്പം തിരുവനന്തപുരം ജില്ലയിലെ ലക്ഷംവീട് കോളനികളുടെ സമഗ്ര ലക്ഷ്യം ന്യൂ ലൈഫ്. പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർ. ഒരു മിനിറ്റ്. അതെന്താ പദ്ധതി? മാതൃജ്യോതി. COVID-19 പ്ലാസ്മ ബാങ്ക് ഡൽഹി. വിദ്യാഭ്യാസ പഠനത്തിനായിട്ട് ലാപ്ടോപ്പ്. KSFE പദ്ധതി വിദ്യാശ്രീ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ ശ്രീകാന്ത് മാധവ് വൈദ്യ. ഇന്ദിരാമണി പാണ്ഡെ ഐക്യരാഷ്ട്രസഭയിലെ ജനീവയിലെ അന്താരാഷ്ട്ര സംഘടനയിലേക്കും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി KK വേണുഗോപാലിനെ സോളിസിറ്റർ ജനറലായി തുഷാർ മേത്തയുടെ കാലാവധി ദീർഘിപ്പിച്ചു. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താ? അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും ഇപ്പോഴും അവരാണെന്ന് പഠിച്ചോണം കേട്ടോ. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ. IT ആക്ട് നമുക്കറിയാം. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ 18ാമത്തെ വന്യജീവി സങ്കേതം 227.97. അമരമ്പലം, വടക്കേക്കോട്ട എന്നീ വനപ്രദേശങ്ങൾ. വിദ്യാലയങ്ങളിൽ ചെറുവനം വിദ്യാവനം. ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് കൊലോങ്ചു ഹൈഡ്രോ പവർ പ്രോജക്റ്റ്. കൊലോങ്ചു. പത്മനാഭ ബാലകൃഷ്ണ ആചാര്യ മണിപ്പൂരിൻ്റെ ഗവർണറായി. ഇനി ഇവിടെ കുറച്ചുകൂടെ ഉണ്ടേ, നോക്കട്ടെ. ഇച്ചിരി കൂടെ ഉള്ളൂ കേട്ടോ. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ. 3 to 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിളിക്കൊഞ്ചൽ കേട്ടോ, വിനോദ വിജ്ഞാന പരിപാടി. നിലവിലെ COVID-19 സാഹചര്യത്തിൽ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും കേരളത്തിൻ്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഡ്രീം കേരള. ജീൻസ് കാസറ്റ് ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി. അപ്പോൾ ഡ്രീം കേരള എന്താ? ഡ്രീം കേരള പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. നിലവിലെ COVID-19 സാഹചര്യത്തിൽ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും കേരളത്തിൻ്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിക്കുന്ന ഡ്രീം കേരള. ജീൻ കാസ്റ്റെക്സ് ഓക്കെ, ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി. അപ്പോൾ 3 പ്രധാനമന്ത്രിയെ പഠിച്ചു കേട്ടോ. നമ്മൾ 3 പ്രധാനമന്ത്രിമാരെ പഠിച്ചു. അയർലൻഡ്, കിർഗിസ്ഥാൻ, ഫ്രാൻസ്. ജീൻ കാസ്റ്റെക്സ് അല്ലേ. കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധ മാനസിക വെല്ലുവിളികൾ നേരിടുന്നതിനും